ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ അനീതിയുടെ കണക്കുകളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് ഉറക്കെ പ്രസംഗിക്കുന്ന ബി.ജെ.പി. സർക്കാർ പ്രായോഗികമായി നടപ്പിലാക്കുന്ന ക്രൂരമായ അവഗണനയാണെന്ന് കേന്ദ്ര നിയമ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. 2021 മുതൽ ഈ 2026 വരെയുള്ള കാലയളവിൽ രാജ്യത്തെ ഹൈക്കോടതിയിൽ നിയമിക്കപ്പെട്ട ജഡ്ജിമാരുടെ വിവരങ്ങൾ പരിശോധിച്ചാൽ ബി.ജെ.പിയുടെ കപടമുഖം അത് അങ്ങനെ തന്നെ അഴിഞ്ഞു വീഴും. ഈ 5 വർഷത്തിനിടയിൽ നിയമിതരായ ജഡ്ജിമാരിൽ 75% സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതായത് ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളെയും തഴഞ്ഞ് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി നീതിപീഠത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ കണക്കുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പരിശോധിക്കാം. ഇന്ത്യയിലെ ജനസംഖ്യയിൽ പകുതിയിലധികം വരുന്ന പിന്നോക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് കാസ്റ്റ് അഥവാ OBC, അവർക്ക് ലഭിച്ച പ്രാതിനിധ്യം വെറും 12% മാത്രമാണ്. ഇനി ദളിത് വിഭാഗങ്ങളുടെ SC, അവരുടെ അവസ്ഥ അതിലും ദയനീയമാണ്. ആകെ നിയമനങ്ങളിൽ അവർക്ക് ലഭിച്ചത് 3% താഴെ മാത്രം. ആദിവാസി വിഭാഗങ്ങളാകട്ടെ വെറും 1.5% ഒതുക്കി അങ്ങ് നിർത്തി. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലഭിച്ചതാകട്ടെ ഏകദേശം 5% മാത്രം. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സർക്കാർ ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നും ആരെയാണ് അധികാരത്തിന് പുറത്ത് നിർത്തുന്നത് എന്നും. ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ രാഷ്ട്ര പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത്. ഇന്ത്യയിലെ ഓരോ പൗരനും അർഹമായ അധികാരം ലഭിക്കണമെന്നും അതിനായി ജാതി സെൻസസ് വേണമെന്നും അദ്ദേഹം ഉറച്ചു പറയുന്നു. ഇവിടെ രാജ്യത്തെ 2ആയി വിഭജിക്കാനോ 3ആയി വിഭജിക്കാനോ ഒക്കെ രാഹുൽ ഈ ജാതി സെൻസസിലൂടെ അക്കമിട്ട് നിരത്തുന്നു, ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന ബി.ജെ.പിക്കാർ ഇക്കാണുന്ന സവർണ മേധാവിത്വത്തിന്റെ തണലിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കണക്കുകൾ പറയേണ്ടി വരും. ജാതി സെൻസസ് വേണമെന്ന് പിന്നെയും നമ്മൾ ഉച്ചത്തിൽ പറയേണ്ടി വരും. രാജ്യത്തെ സമ്പത്തിലും അധികാരത്തിലും ഓരോ വിഭാഗത്തിലും എത്രമാത്രം പങ്കുണ്ടെന്ന് കൃത്യമായി അറിയാതെ സാമൂഹിക നീതി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് രാഹുൽ ഗാന്ധി പണ്ടേ ഓർമ്മിപ്പിച്ചതാണ്. ബി.ജെ.പി. ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്കായി ഭരണഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഇനി നമ്മുടെ കോടതികളിൽ ഇരിക്കുന്ന ജഡ്ജിമാരുടെ മുഖം ഇന്ത്യയുടെ വൈവിധ്യത്തെ പ്രതിഫലിക്കണം എങ്കിൽ മാത്രമേ ഒരു സാധാരണക്കാരന് തനിക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന വിശ്വാസമുണ്ടാകൂ. ഇനി ബി.ജെ.പിക്കാർ ആ സർക്കാർ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുവാനുമാണ് ശ്രമിക്കുന്നത്. ഇത് കേവലം കുറച്ച് ജഡ്ജിമാരുടെ നിയമനത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. 80%-ലധികം വരുന്ന ജനതയെ വെറും 25% നിയമങ്ങളിൽ ഒതുക്കുന്ന ഈ അനീതിക്കെതിരെയാണ് രാഹുൽ ഗാന്ധി ശബ്ദമുയർത്തിയത്. ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുന്ന എല്ലാവർക്കും നീതി ഉറപ്പാക്കാൻ പോരാടുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കൊപ്പം സത്യത്തിൽ നിൽക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ മഹാഭൂരിപക്ഷമായ ജനങ്ങൾ തഴയപ്പെടുകയും അവർക്ക് മുകളിലേക്ക് സവർണ മേധാവിത്വത്തിന്റെ ചെറിയ ഉടമസ്ഥർ കയറിപ്പറ്റുകയും ചെയ്യുന്ന കാഴ്ച കാണും. ലോക്സഭയിൽ പാർലമെന്റിൽ ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നിയമമന്ത്രി പറഞ്ഞതാണ് ആരൊക്കെ ഏതൊക്കെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കപ്പെട്ടു എന്ന്. ആ കണക്കുകളിൽ ഓരോരുത്തരുടെയും നോക്കുമ്പോഴാണ് സവർണ മേധാവിത്വമുള്ളവരാണ് പകുതിയിലധികം പേരും എന്ന് മനസ്സിലാക്കാനും സാധിച്ചത്.